അമേരിക്കയും ഇറാനും തമ്മിലുള്ള കൊമ്പ് കോർക്കലുകൾക്കിടയിൽ ലോകത്തെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് ഇറാന്റെ ഒരു രഹസ്യ സമ്മാനം പുറത്തു വന്നിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് വഴി 10 കൂറ്റൻ എണ്ണക്കപ്പലുകളെ സുരക്ഷിതമായി കടന്നുപോകാൻ ഇറാൻ അനുവദിച്ചു എന്ന വാർത്ത സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് വൈറ്റ് ഹൌസിൽ വെച്ച് വെളിപ്പെടുത്തിയത്. സമാധാന ചർച്ചകളുടെ ഭാഗമായി ഇറാൻ കാട്ടിയ ഈ സുമനസ് ലോകരാജ്യങ്ങളെ പോലും അതിശയിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തനിക്ക് ഇറാന്റെ ഭാഗത്തു നിന്നൊരു വലിയ സമ്മാനം ലഭിക്കുമെന്ന് ട്രംപ് സൂചിപ്പിച്ചിരുന്നു. ആ രഹസ്യം ഇപ്പോൾ പുറത്തായിരിക്കുന്നു. പാകിസ്ഥാൻ പതാക വഹിച്ചുകൊണ്ടുള്ള 8 കൂറ്റൻ എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിന്റെ കൃത്യം നടുവിലൂടെ സുരക്ഷിതമായി നീങ്ങുന്നത് താൻ വാർത്തകളിൽ കണ്ടു എന്ന് ട്രംപ് ആവേശത്തോടെ പങ്കുവച്ചു. ആദ്യം 8 കപ്പലുകൾ വിടാനായിരുന്നു ധാരണയെങ്കിലും പിന്നീട് ഇറാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില ഖേദ പ്രകടനങ്ങളുടെ ഭാഗമായി 2 കപ്പലുകൾ കൂടി അധികമായി വിട്ടു നൽകി. അങ്ങനെ 10 കപ്പലുകളാണ് തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെ തടസ്സങ്ങളില്ലാതെ കടന്നുപോയത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ പുറം ലോകം അറിയാത്ത സജീവമായ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നീക്കം. എന്നാൽ ഈ കപ്പൽ നീക്കത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ സാന്നിധ്യം ഏറെ ചർച്ചയാകുന്നുണ്ട്. പാക് പതാക വഹിച്ച കപ്പലുകൾ കടത്തിവിട്ടതിലൂടെ ഈ നയതന്ത്ര ചർച്ചകളിൽ ഇസ്ലാമാബാദിനുള്ള നിർണായക പങ്കിലേക്കാണ് ട്രംപ് വിരൽ ചൂണ്ടുന്നത്. ഇറാൻ ഈ കപ്പലുകൾ കടത്തിവിടാൻ പണം ഈടാക്കുന്നുണ്ടെന്ന ആരോപണങ്ങൾ GCC രാജ്യങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും താൻ ശരിയായ ആളുകളുമായി തന്നെയാണ് സംസാരിക്കുന്നതെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ട്രംപ്. യുദ്ധ സാഹചര്യങ്ങളിൽ എണ്ണവില കുതിച്ചുയരുമെന്ന് കരുതിയിരുന്നെങ്കിലും ഇറാന്റെ ഈ അയഞ്ഞ നിലപാട് വിപണിയിലെ വലിയ ആഘാതം തടഞ്ഞു എന്നും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഈ നയതന്ത്ര മഞ്ഞുരുകൾക്കിടയിലും യുദ്ധക്കളത്തിൽ നിന്നുള്ള വാർത്തകൾ അമേരിക്കയ്ക്ക് അത്ര ശുഭകരമല്ല. മധ്യപൂർവേഷ്യയിലുടനീളം ഇറാൻ നടത്തിയ ശക്തമായ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 13 അമേരിക്കൻ സൈനിക താവളങ്ങളെങ്കിലും വാസയോഗ്യമല്ലാതായതാണ് റിപ്പോർട്ടുകൾ. സുരക്ഷിതമെന്ന് കരുതിയ വലിയ കോട്ടകൾ പോലുള്ള സൈനിക കേന്ദ്രങ്ങൾ ഉപേക്ഷിക്കാൻ അമേരിക്കൻ സൈന്യം നിർബന്ധിതരായിരിക്കുകയാണ്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം തകർന്ന താവളങ്ങളിൽ നിന്ന് സൈനികരെ ഹോട്ടലുകളിലേക്കും സ്വകാര്യ ഓഫീസ് കെട്ടിടങ്ങളിലേക്കും മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. യുദ്ധഭൂമി ചിതറിപ്പോയ അവസ്ഥയിലാണെന്നും ഇതിനെ ഒരു റിമോട്ട് വാർ എന്നാണ് ഇപ്പോൾ സൈനിക ഉദ്യോഗസ്ഥർ വിശേഷിപ്പിക്കുന്നത്. അതായത് ശത്രുവിന്റെ കണ്ണിൽപ്പെടാത്ത ഇടങ്ങളിൽ ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യേണ്ട ഗതികേടിലേക്ക് ലോകത്തെ ഏറ്റവും കരുത്തരായ അമേരിക്കൻ സൈന്യം എത്തിയിരിക്കുന്നു. ഇറാന്റെ അത്യാധുനിക മിസൈലുകൾക്ക് മുന്നിൽ അമേരിക്കൻ താവളങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വശത്ത് നയതന്ത്രപരമായ സമ്മാനങ്ങൾ നൽകുമ്പോൾ തന്നെ മറുവശത്ത് അമേരിക്കൻ സൈനിക ശക്തിയെ തകർത്തെറിയുന്ന ഇറാന്റെ ഇരട്ടത്താപ്പ് തന്ത്രം പെന്റഗണിനെ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇനി എന്ത് സംഭവിക്കും എന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. ട്രംപിന്റെ അവകാശവാദങ്ങൾ പോലെ സമാധാനം പുലരുമോ അതോ സൈനിക താവളങ്ങൾ തകർത്തുകൊണ്ടുള്ള ഇറാന്റെ ആക്രമണം ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന് ലോകം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇറാന്റെ കരുത്തനായ സൈനിക ഉപദേഷ്ടാവിന്റെ മുന്നറിയിപ്പുകളും ട്രംപിന് ലഭിച്ച ഈ രഹസ്യ സമ്മാനവും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പശ്ചിമേഷ്യയിലെ യുദ്ധക്കളം കൂടുതൽ സങ്കീർണമാക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിൽ നിന്നും വാഷിംഗ്ടണിൽ നിന്നും വരുന്ന വാർത്തകൾ ലോകത്തിന്റെ തന്നെ വിധി നിശ്ചയിക്കുന്നവയാകും.